2-3 ദിവസക്കാലമായി മാധ്യമ രംഗത്ത് മാധ്യമങ്ങളിൽ കൂടി ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത പ്രചരിച്ചു. അതിൻ്റെ തുടക്കം കോട്ടയത്ത് BDJS എന്ന പേരിൽ SNDP യോഗത്തിലെ ആളുകളെ വിളിച്ചുകൂട്ടി BDJSന്റെ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുട്ടിക്കാലത്ത് ടൂർ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാഹപ്പാവന വരെകൾ വിളിച്ചുകൂട്ടി. അത് കമ്മിറ്റിയാക്കി മാറ്റി അവിടെ NDA മുന്നണി BDJS വിടണം എന്നുള്ള വാർത്ത ആദ്യം പുറത്ത്. തൊട്ടടുത്ത ദിവസം ബഹുമാനായ CP ജോണിന്റെ ഒരു വാർത്ത, ഈഴവ സമുദായത്തെ മുന്നണി അവഗണിക്കുന്നു, അതുകൊണ്ട് ഈഴവ സമുദായത്തെ കൂട്ടുപിടിക്കാതെ UDFന് അധികാരത്തിൽ വരാൻ കഴിയില്ല, അതിന് പറ്റിയ മാർഗം BDJS ആണ്. ശ്രീ CP ജോണിന് എവിടുന്നാണ് ഈ BDJSന്റെ ശക്തിയെ പറ്റി എപ്പോൾ മനസ്സിലായതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകും. കാരണം BDJS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് വയനാട്ടിൽ മത്സരിക്കും. വയനാട്ടിൽ ഈഴവ സമുദായത്തിന് നിർണായകമായ ശക്തിയുള്ള ഒരു പ്രദേശമാണ്. 2,80,000 വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ BDJSന്റെ സ്ഥാനാർത്ഥി നിന്നിട്ട്, സംസ്ഥാന അധ്യക്ഷൻ നിന്നിട്ട്, ആ കുടുംബം ഒന്നടങ്കം അവിടെ പോയി സമ്പത്ത് ഒഴുക്കിയിട്ട് അവിടെ കിട്ടിയത് കേവലം അതിനു മുമ്പ് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയേക്കാൾ വളരെ കുറച്ചോട്ടാണ്. അന്ന് BJP സ്ഥാനാർത്ഥിക്ക് 2019 മുമ്പ് 2014 കിട്ടിയത് 1,00,000-ന് മുകളിൽ വോട്ട് കിട്ടിയെങ്കിൽ തുഷാറിന് കിട്ടിയത് കേവലം 80,000 വോട്ടാണ്. അപ്പൊ ഇയാളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാവും. പറഞ്ഞത് ഒരു മാധ്യമ വാർത്തകളിൽ കൂടി പുതിയൊരു അടവുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. CP ജോൺ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈഴവ സമുദായത്തെ UDF കഴിഞ്ഞ കുറെ കാലങ്ങളായി അവഗണിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ അതിനുള്ള മാർഗം UDF കണ്ടെത്തണം. കേരളത്തിലെ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഈഴവ സമുദായത്തിൽപ്പെട്ട R. ശങ്കറാണ്. R. ശങ്കർ നേടിത്തന്നതല്ലാതെ, R. ശങ്കർ ഈ സമുദായത്തിന് നേടിത്തന്നതല്ലാതെ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ് ഈ സാമുദായികമായി SNDP യോഗം SN പ്രസിഡി സമുദായത്തിനുള്ളത്.